നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ഉള്ള ഫ്രണ്ട്സ് ഉണ്ടല്ലേ നമുക്ക്. പക്ഷേ എന്താ പറയുക, ചില ഫ്രണ്ട്സ് ഉണ്ടാവേ, ഞാൻ പറയാം എങ്ങനെയാണെന്ന്. അവർ നമ്മളോട് നല്ല രസത്തിലായിരിക്കും മിണ്ടുന്നതൊക്കെ, പക്ഷെ അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മളോട് മിണ്ടും, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മളോട് പിണങ്ങും. അങ്ങനെ ഒരു എന്താ പറയുക, ഡബിൾ സ്റ്റാൻഡ് നിൽക്കുന്ന പോലത്തെ ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ? ഇപ്പോൾ അവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മറ്റുള്ളവർ എന്താണോ നമ്മളെപ്പറ്റി പറയുന്നത് ഇതവർ പക്ക അതേതങ്ങ് വിശ്വസിച്ചിട്ട് നമ്മളെ ആ രീതിക്ക് കണ്ടിട്ട് നമ്മളോടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ അവരങ്ങോട്ട് ഒഴിവാക്കും. അത് ഭയങ്കര വിഷമാവും ആർക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഞാനാണെന്നിരിക്കട്ടെ, ഇപ്പം എൻ്റെ ഫ്രണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ല വിഷമാവും. അപ്പം നിങ്ങൾ ആ സ്ഥാനത്താണ്, നിങ്ങൾക്ക് വിഷമാവുമല്ലോ. കാരണം ഞാനിത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പം നമ്മളെ മേത്തില്ലാത്ത, അതായത് നമുക്ക് ഇല്ലാത്ത തെറ്റുകളൊക്കെ പറഞ്ഞ് അവരെ പിടിപ്പിച്ചിട്ട് നമ്മളിൽ നിന്ന് മാറ്റി മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവരിലേക്കാക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇത് കേട്ടത് ഇവരെല്ലാം അത് വിശ്വസിക്കും. സത്യം പറഞ്ഞാൽ ഇവരത് കണ്ടോ കേട്ടോ ഒന്നുമില്ലല്ലോ. അവർ കാണൂല്ല കേൾക്കൂല, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് വിശ്വസിച്ചിട്ട് അവരുടെ സൈഡിലേക്കായിട്ട് നമ്മളോടുള്ള കൂട്ടും നമ്മളോടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ കട്ട് ചെയ്യും. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമാവും. എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വരുന്നത് എൻ്റെ ഈ മാറിപ്പോയ ഫ്രണ്ടിനോടാണ്. മാറ്റാൻ ശ്രമിച്ചവനോട് എനിക്ക് ദേഷ്യം വരില്ല നല്ല വരും. എങ്കിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് ഈ മാറിയവനോടാണ്. ഇവൻ എന്തിനാണ് ഇവരും പറയുന്നത് കേട്ടിട്ട് കേൾക്കാൻ നിൽക്കേണ്ട ആവശ്യം ഇവനോ അല്ലെങ്കിൽ ഇവൾക്കോ ഇല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഇതൊന്നും ഒരു ആത്മാർത്ഥ സുഹൃത്തൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പം അവരുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തവരെ മാറ്റാൻ ശ്രമിച്ചിട്ട് അവർ മാറുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുക എന്നുള്ളത് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അല്ലേ? നിങ്ങൾക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.